ഞാനിപ്പോൾ ഉള്ളത് സംസ്ഥാന 100ാം വാർഷിക സമ്മേളന നഗരിയിലാണ് കേട്ടോ. ഇവിടുത്തെ ഞാനിപ്പോൾ ക്യാമ്പിലൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ സ്റ്റേജ് ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്ന മെയിൻ സ്റ്റേജിൽ പോയി. അതുപോലെ തന്നെ പാർക്കിംഗ് സംവിധാനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ കുണിയ കോളേജിൻ്റെ മുമ്പിലാണുള്ളത്. കുണിയ കോളേജ് നിങ്ങൾക്ക് അറിയുമല്ലോ, കുണിയ ഇബ്രാഹിം ഹാജിയുടെ കോളേജാണുള്ളത്. അതും ഈ ബിൽഡിങ്ങൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരാണ് ഈ സംസ്ഥാന സമ്മേളന നഗരി പൂർണ്ണമായിട്ട് ഒരുക്കിയത്. അതുപോലെ തന്നെ ക്യാമ്പിലുള്ള ഭക്ഷണങ്ങളും അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തത് അവരാണെന്ന് അറിഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ എന്തോ ഒന്ന് വായിക്കാനിടയായിട്ടുണ്ട്. 700 ഏക്കർ സ്ഥലമാണ് ഇതിന് അവർ ഒരുക്കി കൊടുത്തതാണ്. പൂർണ്ണമായും അവരെ ചെലവിലാണ് ഇതൊക്കെ ഒരുക്കിയത്. അപ്പം നമുക്ക് പേരിനോ പ്രസക്തിക്ക് വേണ്ടിയുള്ള ഇബ്രാഹിം ഹാജി ഇത് ചെയ്തതെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം എവിടെയും പേര് പരാമർശിക്കുന്നത് അല്ലെങ്കിൽ പിക്ചറിലില്ല ഇബ്രാഹിം ഹാജി എന്ന് പറയുന്നവർ. അപ്പം നമ്മൾ ഈ സമ്മേളന നഗരിയിൽ നമുക്ക് ഇബ്രാഹിം ഹാജിയെ ഓർക്കാതിരിക്കാൻ കഴിയുക. നമ്മൾ ഇന്നത്തെയും അല്ലെങ്കിൽ നാളത്തെ പ്രാർത്ഥനയിൽ നമുക്ക് ഇബ്രാഹിം ഹാജിക്ക് ഉണ്ടാവണം. ഈ കാലത്ത് പ്രശസ്തി ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ ഈ പ്രശസ്തി ഒന്നും ആഗ്രഹിക്കാതെയാണ് ഇബ്രാഹിം ഹാജി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇബ്രാഹിം ഹാജിക്ക് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്.